ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. ദക്ഷിണാഫ്രിക്കയിലെ ഋതുഭേദങ്ങൾ യൂറോപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഓട്ടം സീസൺ ആരംഭിക്കുന്നത് മാർച്ച് 1 മുതൽ മെയ് 31 വരെയും വിന്റർ സീസൺ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയും സ്പ്രിംഗ് സീസൺ സെപ്റ്റംബർ 1 മുതൽ നവംബർ 30 വരെയും സമ്മർ സീസൺ ഡിസംബർ 1 മുതൽ ഫെബ്രുവരി അവസാനം വരെയുമാണ്. ഇതിന് നേരെ വിപരീതമാണ് യൂറോപ്യൻ കാലാവസ്ഥ. സൗത്ത് ആഫ്രിക്ക സന്ദർശിക്കുവാൻ ഏറ്റവും പറ്റിയ സമയം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഞങ്ങൾ പോയത് ഫാൾ സീസണിലാണ്. ഇലകൾ നിറം മാറി കൊഴിയാൻ തുടങ്ങുന്നു. അത്ര ചൂടില്ലാത്ത കാലാവസ്ഥ. ഈ സമയവും സന്ദർശനത്തിന് പറ്റിയതാണ്. യാത്രയുടെ ഹരത്തിൽ ദിവസങ്ങൾ 3 കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ദിനങ്ങൾ മറന്നു തുടങ്ങി. വാക്കേഴ്സൺസ് ഹോട്ടൽ ആൻഡ് സ്പാ ദക്ഷിണാഫ്രിക്കയിലെ മനോഹര നഗരമായ ഡൾസ്ട്രൂമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഡംബര വിശ്രമ കേന്ദ്രമാണ്. എംബുമലങ്ക ഹൈലാൻഡ്സിന്റെ ഹൃദയഭാഗത്തായി 1510 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ എക്സ്ക്ലൂസീവ് റിസോർട്ട് ചാരുത, ശാന്തത, പ്രകൃതി സൗന്ദര്യം എന്നിവയുടെ സമന്വയമാണ്. ഇത് വിശ്രമത്തിനും ഔട്ട്ഡോർ ആക്ടിവിറ്റികൾക്കും മാത്രമല്ല, പ്രിട്ടോറിയയ്ക്കും ക്രൂഗർ നാഷണൽ പാർക്കിനും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സഫാരി പാർക്കിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ ജനപ്രിയ ഇടത്താവളം കൂടിയാണ്. വിവാഹങ്ങൾക്കും പ്രത്യേക പരിപാടികൾക്കും ഈ റിസോർട്ട് ഒരു മനോഹര വേദിയാണ്. അതിമനോഹരമായ ക്രമീകരണം, ഗംഭീരമായ സൗകര്യങ്ങൾ, ആതിഥ്യ മര്യാദയുള്ള സ്റ്റാഫ് എന്നിവയെല്ലാം എല്ലാ വിശേഷ അവസരങ്ങളും അവിസ്മരണീയമായ അനുഭവം ഉറപ്പാക്കുന്നു. മത്സ്യബന്ധനം, കാൽനടയാത്ര, മനോഹരമായ പാതകളിലൂടെയുള്ള കുതിര സവാരി എന്നിവ ഉൾപ്പെടെ ശാന്തമായ അന്തരീക്ഷം. വിവിധതരം പക്ഷികൾ വസിക്കുന്ന ഈ പ്രദേശം പക്ഷി നിരീക്ഷണത്തിനും അനുയോജ്യമാണ്. ഡൾസ്ട്രൂമിന് സമ്പന്നവും വൈവിധ്യവുമായ ഒരു ചരിത്രമുണ്ട്. ഡൾസ്ട്രൂമിന്റെ ചരിത്രം പ്രതിരോധത്തിന്റെയും പൊരുത്തപ്പെടലിന്റെയും ഒരു ചിത്രമാണ്. ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള യൂറോപ്യൻ കുടിയേറ്റ തരംഗത്തിന്റെ വലിയ ഭാഗമായ ഡച്ച് കുടിയേറ്റക്കാരാണ് 1883 ഈ നഗരം സ്ഥാപിച്ചത്. കുടിയേറ്റക്കാരെ സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആംസ്റ്റർഡാമിൽ നിന്നുള്ള വ്യാപാരിയായ വോൾട്ടറസ് ഡള്ളിന്റെ പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. സ്ട്രൂം എന്ന ഡച്ച് പദത്തിന്റെ അർത്ഥം സ്ട്രീം എന്നാണ്. പല നദികൾക്കും അരുവികൾക്കും സമീപമുള്ള നഗരമായതുകൊണ്ട് സ്ട്രൂം എന്നുകൂടി കൂട്ടിച്ചേർത്ത് ഡൾസ്ട്രൂമായി. തണുത്തതും മൂടൽമഞ്ഞ് നിറഞ്ഞതുമായ കാലാവസ്ഥ, സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയാൽ ഡൾസ്ട്രൂമിനെ മറ്റ് ദക്ഷിണാഫ്രിക്കൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. 1899 മുതൽ 1902 വരെ ഉണ്ടായ രണ്ടാം ആംഗ്ലോ ബോയർ യുദ്ധത്തിൽ ഡൾസ്ട്രൂം നഗരം വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടു. പല നിവാസികളെയും ബ്രിട്ടീഷ് സൈന്യം തടങ്കൽ പാളയത്തിലാക്കി. യുദ്ധാനന്തരം ഡൾസ്ട്രൂം പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനും തുടങ്ങി. കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ മണ്ണും സമൃദ്ധമായ ജലസ്രോതസ്സുകളും ആദ്യകാല കുടിയേറ്റക്കാരെ ആകർഷിച്ചു. അവർ വിളകൾ കൃഷി ചെയ്യുകയും കന്നുകാലികളെ വളർത്തുകയും ചെയ്തു. നഗരത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അവർ അടിത്തറയിട്ടു. പ്രദേശത്തെ നിരവധി അരുവികളും അണക്കെട്ടുകളും ട്രൗട്ട് ഫിഷ് ഫാമിങ്ങിന് അനുയോജ്യമായതോടെ മത്സ്യബന്ധന കേന്ദ്രമായി ഈ പ്രദേശം പ്രശസ്തി നേടി. വിനോദസഞ്ചാരികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമായി മാറുകയും ചെയ്തു. യൂറോപ്യൻ ദക്ഷിണാഫ്രിക്കൻ സ്വാധീനങ്ങളുടെ മിശ്രിതം കൊണ്ട് ഡൾസ്ട്രൂം ഒരു പ്രത്യേക സ്വഭാവം നിലനിർത്തുന്നു. നഗരത്തിന്റെ വാസ്തുവിദ്യയിലും സാംസ്കാരിക രീതികളിലും ഡച്ച് പൈതൃകം ഇപ്പോഴും പ്രകടമാണ്. ചരിത്രം, പ്രകൃതി, സൗന്ദര്യം, സാംസ്കാരിക പൈതൃകം എന്നിവയുടെ ഒരു സംയോജനം ഡൾസ്ട്രൂമിനെ ദക്ഷിണാഫ്രിക്കയിലെ സവിശേഷവും ആകർഷകവുമായ സ്ഥലമാക്കി മാറ്റുന്നു.
20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഡൾസ്ട്രൂം പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി അറിയപ്പെട്ടു തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ നഗരങ്ങളിലൊന്നാണ്. ഇന്ന് ഡൾസ്ട്രൂം ചുറ്റുപാടുമുള്ള എംപുമലങ്കയുടെ പ്രകൃതി സൗന്ദര്യത്തിലേക്കുള്ള കവാടമായി വർത്തിക്കുമ്പോൾ തന്നെ ചരിത്രപരമായ മനോഹാരിത നിലനിർത്തുന്ന മനോഹരമായ ഒരു പ്രദേശമായി നിലനിൽക്കുന്നു. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.